സോ ബേസിക്കലി നമ്മൾ ട്രാൻസ്ഡ്യൂസർ എന്താണെന്ന് പറഞ്ഞു. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മേ ബി ടെമ്പറേച്ചറോ പ്രഷറോ എന്തെങ്കിലും ആയിരിക്കാം. ഫൈനലി അത് ആയിത്തീരുന്നത് ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ടായിരിക്കും ആയിത്തീരുന്നത്. ഓക്കെ, സോ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ്, അല്ലെങ്കിൽ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ്, അതിനെയാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്, ആ കൺവേർഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് ട്രാൻസ്ഡ്യൂസറിന്റെ ബേസിക് ക്ലാസിഫിക്കേഷൻസ് ആണ്. ഓക്കെ, ഞാൻ PPT ഷെയർ ചെയ്യാൻ, നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചോളുക. ഇത് വിസിബിൾ ആണോ? ഈ സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേരിയസ് ടൈപ്സ് ഓഫ് വേരിയസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ട്രാൻസ്ഡ്യൂസറിനെ ബേസിക്കലി ഒരു 6 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തതാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ക്ലാസിഫിക്കേഷൻ, പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഡക്ഷൻ. Third one, active and passive transducers. Fourth one, analog and digital transducer. Fifth one, direct and inverse transducer. Sixth one, null and deflection transducer. Okay, null transducer and deflection transducer. ഇതാണ് ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സോ ഒന്നുകിൽ ട്രാൻസ്ഡ്യൂസറിനെ പ്രൈമറി ആൻഡ് സെക്കൻഡറി എന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ആക്റ്റീവ് എന്നോ പാസീവ് എന്നോ ക്ലാസിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അനലോഗ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസറിനോ ക്ലാസിഫൈ. അപ്പോൾ ഏതെങ്കിലും രണ്ട് ഗ്രൂപ്പില് നമ്മൾ ട്രാൻസ്ഡ്യൂസർ വരും. ഒന്നുകിൽ അത് പ്രൈമറി ആയിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡറി ആയിരിക്കും. ഒന്നുകിൽ അത് ആക്റ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ പാസീവ് ആയിരിക്കാം. ഓക്കെ, പ്രൈമറി തന്നെ ആക്റ്റീവ് ആവാം, പ്രൈമറി തന്നെ അനലോഗ് ആവാം, പ്രൈമറി തന്നെ ഡിജിറ്റൽ ആവാം. ഓക്കെ, ഇപ്പൊ സെക്കൻഡറി തന്നെ ആക്റ്റീവ് ആവാം, സെക്കൻഡറി തന്നെ ഡയറക്റ്റ് ആവാം. ഓക്കെ, ഡയറക്റ്റ് ട്രാൻസ്ഡ്യൂസർ ആവാം. അപ്പൊ ഈ എല്ലാത്തിലും രണ്ട് ക്ലാസിഫിക്കേഷൻ വെച്ചാൽ ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ടോട്ടൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പിനെ നമുക്ക് ഒന്നുകിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സെറ്റായിട്ട് നമുക്ക് തിരിക്കാനൊക്കും. ഓക്കെ, പ്രൈമറി ആൻഡ് സെക്കൻഡറി, അല്ലെങ്കിൽ ആക്റ്റീവ് പാസീവ് ഒക്കെ ആയിട്ട്. ഓക്കെ, നമുക്ക് ഓരോന്നും ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ എന്താണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂഷ്വലി ട്രാൻസ്ഡ്യൂസർ നമ്മൾ ഉപയോഗിക്കുന്നത് എവിടാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് എവിടെ വരുന്നത്? മെഷർമെന്റ് എടുക്കാൻ. സപ്പോസ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന ഒരു കേസ്, അല്ലെങ്കിൽ പ്രഷർ ചേഞ്ച് ചെയ്യുന്ന ഒരു കേസ്, അല്ലെങ്കിൽ വാട്ടറിന്റെ ഫ്ലോ റേറ്റ് ചേഞ്ച് ചെയ്യുന്ന ഒരു കേസ്. ഓക്കെ, അല്ലെങ്കിൽ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടി വന്നു കുറഞ്ഞു വന്നു. ഓക്കെ, ഇങ്ങനെ ലൈറ്റിന്റെ ഇന്റൻസിറ്റിയെ മെഷർ ചെയ്യുന്ന ഒരു കേസ്. അതായത് ഒരു ജനറലൈസ്ഡ് മെഷർമെന്റ് സിസ്റ്റത്തിലാണ് നമ്മൾ ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കുന്നത്. അവിടെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മറ്റൊന്നായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നീട് ആ ഇലക്ട്രിക്കൽ സിഗ്നലിനെ നമ്മൾ വാല്യൂസ് ആയിട്ട് കാണിക്കുന്നു, ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ട് കാണിക്കുന്നു. അങ്ങനെ നമുക്ക് തെർമോമീറ്റേഴ്സ് അവൈലബിൾ ആണ്, അനലോഗ് തെർമോമീറ്റേഴ്സ് അവൈലബിൾ ആണ്, ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ പ്രഷർ ഗേജസ് അവൈലബിൾ ആണ്. ഓക്കെ, സോ എന്താണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ നോക്കാം. അപ്പോൾ ബേസിക്കലി ട്രാൻസ്ഡ്യൂസർ ഒരു മെഷർമെന്റ് സിസ്റ്റത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഡിറ്റക്ഷൻ പർപ്പസ്, ട്രാൻസ്ഡ്യൂസർ ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി എന്താണ് ഈ സ്മോക്ക് ഡിറ്റക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ലൈറ്റ് ഡിറ്റക്ടേഴ്സ് ഉണ്ട്, പ്രോക്സിമിറ്റി സെൻസേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഈ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ ബേസിക്കലി ട്രാൻസ്ഡ്യൂസർ നമ്മൾ മെഷർമെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ഡിറ്റക്ഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഡ്യൂസറിലെല്ലാം രണ്ട് കമ്പോണൻസ് ആണ്, ഒരു പ്രൈമറി കമ്പോണന്റും സെക്കൻഡറി കമ്പോണന്റും. ഓക്കെ, ഈ പ്രൈമറി കമ്പോണന്റിന്റെ പറയുന്ന പേരാണ് സെൻസിങ് എലമെന്റ് ഓർ ഡിറ്റക്റ്റിംഗ് എലമെന്റ്. സെക്കൻഡറി കമ്പോണന്റിന്റെ പേരാണ് ആക്ച്വൽ ട്രാൻസ്ഡക്ഷൻ എലമെന്റ്. ഓക്കെ, ഇപ്പൊ സെൻസിങ് അല്ലെങ്കിൽ ഡിറ്റക്ഷൻ എലമെന്റും വരുന്നുണ്ട്, പിന്നെ ഒരു ട്രാൻസ്ഡക്ഷൻ എലമെന്റും വരുന്നുണ്ട്. എന്താണ് ഈ സെൻസിങ് ആൻഡ് ഡിറ്റക്റ്റിംഗ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയോട് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഫിനോമിന അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഫിനോമിനയിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ ഡിറ്റക്ട് ചെയ്യുന്നത്, എസ്പെഷ്യലി സെൻസേഴ്സ്. അപ്പോഴൊരു ട്രാൻസ്ഡ്യൂസർ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞിരുന്നു, ട്രാൻസ്ഡ്യൂസറുമായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പോഴും എന്തുണ്ടായിരിക്കും? ഒരു സെൻസറും കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, സോ സെൻസർ എന്താ ചെയ്യുന്നത്? സെൻസർ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഐഡന്റിഫൈ, സപ്പോസ് ടെമ്പറേച്ചർ ആണോ, പ്രഷർ ആണോ, ഓക്കെ, ലൈറ്റ് ആണോ,
അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോ ആണോ, അതിനെ ഡിറ്റക്ട് ചെയ്യുന്നത് സെൻസറാണ്. ഓക്കെ, ഇനി സെൻസറിൽ നിന്ന് വരുന്ന സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് രണ്ടാമത്തെ പാർട്ട്, അതായത് ട്രാൻസ്ഡക്ഷൻ എലമെന്റ്. ഓക്കെ, ട്രാൻസ്ഡക്ഷൻ എലമെന്റ്. ഓക്കെ, സോ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ, സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്താണെന്ന് ഈ ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വന്നിരിക്കുന്ന ഇൻപുട്ട് സിഗ്നലിനെ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ത് ചെയ്യുന്നു, ഒരു ഇന്റർമീഡിയറ്റ് അനലോഗ് സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്നു. ഈ ഇന്റർമീഡിയറ്റ് അനലോഗ് സിഗ്നലിനെ ഒരു സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്താണ്, ഒരു അനലോഗ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡ്രൈവിംഗ് സിഗ്നൽ. ഡ്രൈവിംഗ് സിഗ്നൽ എന്ന് പറയുമ്പോൾ അത് യൂഷ്വലി എന്താണ്, ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിരിക്കും, ഇലക്ട്രിക് സിഗ്നൽസ് ആയിരിക്കും. ഓക്കെ, സപ്പോസ് ഒരു സിമ്പിൾ കേസ് നമുക്ക് എടുക്കാം. പ്രഷർ നമുക്ക് ഡിറ്റക്ട്, അതിന്റെ തൊട്ട് താഴത്തെ ഫിഗർ നോക്കുക. ഇവിടെ നമുക്ക് ഡിറ്റക്ട് ചെയ്യേണ്ടത് പ്രഷറാണ്. ഡിറ്റക്ട് ചെയ്യേണ്ടത് പ്രഷറാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ബോർഡൻ ട്യൂബ്. ബോർഡൻ ട്യൂബില് പ്രഷർ ആക്ട് ചെയ്യുമ്പോൾ ബോർഡൻ ട്യൂബിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും. ഇതാണ് ഇൻപുട്ട് അനലോഗ് സിഗ്നൽ. ഈ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ ഒരു ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ എൽ വി ഡി ടി ഉപയോഗിച്ച് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ദിസ് വൺ ഈസ് ദ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ, ദിസ് വൺ ഈസ് ദ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, സോ സെൻസേഴ്സ് ആണ് ട്രാൻസ്ഡ്യൂസർ. ബേസിക്കലി പ്രൈമറി ട്രാൻസ്ഡ്യൂസർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സെൻസേഴ്സ് ആണ്. അതിനെ എന്തിന് ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, പ്രഷർ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്തായിട്ട് കൺവേർട്ട് ചെയ്തു, ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി രണ്ടാമത്തെ കേസ് എടുക്കുക. രണ്ടാമത്തെ കേസിൽ LVDT, അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു, വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ LVDTയും ബോർഡൻ ട്യൂബും രണ്ടും ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ബോർഡൻ ട്യൂബ് ഒരു സെൻസർ കൂടിയാണ്, അവിടെ പ്രഷറിനെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. LVDTയോ അതൊരു ട്രാൻസ്ഡ്യൂസർ ആണ്, അവിടെ ഡിസ്പ്ലേസ്മെന്റിനെ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു ജനറലൈസ്ഡ് മെഷർമെന്റ് സിസ്റ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ട് എലമെന്റ് ഉണ്ടായിരിക്കും. രണ്ടും ട്രാൻസ്ഡ്യൂസറിന്റെ ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ഔട്ട്പുട്ട് കിട്ടുന്ന സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറിൽ നിന്നാണ്. എന്നാൽ പ്രൈമറി ട്രാൻസ്ഡ്യൂസറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു ഇന്റർമീഡിയറ്റ് സിഗ്നൽ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഒരു ബോർഡൻ ട്യൂബിന്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, ബോർഡൻ ട്യൂബ് ആസ് വെൽ ആസ് LVDT കോമ്പിനേഷന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ ഇവിടെ എന്താണ് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്നും എന്താണ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്നും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ജനറലി സെൻസേഴ്സ് ആയിരിക്കും. സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ട്രാൻസ്ഡക്ഷൻ ഫംഗ്ഷൻ ചെയ്യുന്ന കമ്പോണൻസ് ആണ്. ഓക്കെ, സോ പ്രൈമറി ട്രാൻസ്ഡ്യൂസറിന് എക്സാമ്പിൾ ബോർഡൻ ട്യൂബ്, സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറിന് എക്സാമ്പിൾ LVDT. ഓക്കെ, അപ്പോൾ ഒരു ജനറലൈസ്ഡ് ഒരു ഡിറ്റക്ടർ അല്ലെങ്കിൽ ഒരു മെഷർമെന്റ് സിസ്റ്റത്തിൽ ഈ രണ്ട് കമ്പോണൻസും ഉണ്ടായിരിക്കണം. ഒരു സെൻസറും ഉണ്ടായിരിക്കണം, ഒരു ട്രാൻസ്ഡ്യൂസറും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ട്രാൻസ്ഡക്ഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് അല്ലെ, ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഡക്ഷൻ we can classify transducers. Okay, അതങ്ങനെ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്, റെസിസ്റ്റൻസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്, ഇൻഡക്റ്റൻസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്. എക്സാമ്പിൾ, ഒരു ട്രാൻസ്ഡ്യൂസർ കപ്പാസിറ്റൻസിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക് സിഗ്നലാക്കി മാറ്റുന്നു, അതാണ് കപ്പാസിറ്റൻസ് ട്രാൻസ്ഡ്യൂസർ. ഇൻഡക്റ്റൻസിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെ നോട്ട് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നതിനെ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നു. ഇനി റെസിസ്റ്റൻസിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെ നോട്ട് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസേഴ്സിനെ റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ട്രാൻസ്ഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്? റെസിസ്റ്റൻസിൽ ഉണ്ടാവുന്ന ചേഞ്ച്, കപ്പാസിറ്റൻസിൽ ഉണ്ടാവുന്ന ചേഞ്ച്, ഇൻഡക്റ്റൻസിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെ കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നതാണ് ആക്ച്വൽ ട്രാൻസ്ഡക്ഷൻ ഫംഗ്ഷൻ. അതനുസരിച്ച് നമുക്ക് കപ്പാസിറ്റേഴ്സിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ. ഇനി പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ ഉണ്ട്. പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസ്ഡ്യൂസർ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസ്ഡ്യൂസർ ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ. ഇനി നമുക്ക് തിരിച്ചും ചെയ്യാം. ഒരു പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറിലേക്ക് പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറിൽ നമ്മളൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു? വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഫോഴ്സ് അല്ലെങ്കിൽ വൈബ്രേഷൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ ബേസിക്കലി ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ, റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ,
ഈ ക്ലാസിഫിക്കേഷൻ എല്ലാം എന്താണ്, എന്ത് ടൈപ്പ് ട്രാൻസ്ഡക്ഷൻ ആണ് അവിടെ നടക്കുന്നത്, ഒരു ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, റെസിസ്റ്റൻസിനെ ആണോ, കപ്പാസിറ്റൻസിനെ ആണോ, ഇൻഡക്റ്റൻസിനെ ആണോ, ഫോഴ്സിനെ ആണോ, ടെമ്പറേച്ചറിനെ, ഹീറ്റിനെ ആണോ, മാഗ്നറ്റിക് ഫീൽഡിനെ ആണോ, അതുപോലെ തന്നെ ലൈറ്റിനെ ആണോ, ഇങ്ങനെ നമുക്ക് ട്രാൻസ്ഡ്യൂസറിനെ ക്ലാസിഫൈ ചെയ്യാം. ഓപ്റ്റിക്കൽ ട്രാൻസ്ഡ്യൂസർ, ഇൻഡക്റ്റീവ്, റെസിസ്റ്റീവ്. Okay, so this is the principle of transduction. Okay, based on the principle of transduction we can classify transducers. Okay, അടുത്തത് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. എന്താണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ? ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അലർട്ട് ആയിരിക്കും. ഇൻപുട്ട് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അതിനെ ഔട്ട്പുട്ട് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. അതിന് മറ്റൊന്നിന്റെ സഹായം വേണ്ട. ഇൻപുട്ട് സിഗ്നൽ എന്താണോ, ഇപ്പൊ ഹീറ്റ് ആണോ ഇൻപുട്ട് സിഗ്നല്, അതിൽ നിന്ന് എനർജി ഒബ്റ്റെയിൻ ചെയ്ത് അതിനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നു. അവിടെ ഒരു എക്സ്റ്റേണൽ പവറിങ് ഏജന്റിന്റെ ആവശ്യമില്ല. ചില ട്രാൻസ്ഡ്യൂസേഴ്സ് നമുക്ക് പവർ ചെയ്യേണ്ടി വരും, ഓക്സിലിയറി പവർ സോഴ്സ് കൊടുക്കേണ്ടി വരും. എന്നാൽ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിൽ ആ പ്രശ്നമില്ല. വരുന്ന ഇൻപുട്ട് സിഗ്നൽ എന്തായിക്കൊള്ളട്ടെ, അതിൽ നിന്ന് എനർജി ഡിറൈവ് ചെയ്തിട്ട് അതിൽ നിന്ന് ഔട്ട്പുട്ട് സിഗ്നൽ ജനറേറ്റ് ചെയ്യും. ദേ ആർ സെൽഫ് ജനറേറ്റിംഗ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ദേ ഡെവലപ്പ് ദെയർ ഓൺ വോൾട്ടേജ്, അതർവൈസ് കറണ്ട് ഔട്ട്പുട്ട്. ഓക്കെ, ഇൻപുട്ട് സിഗ്നലിനെ മെഷർമെന്റ് സിസ്റ്റത്തിലൂടെ കയറുമ്പോൾ അത് ഒന്നുകിൽ ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ദേ ജനറേറ്റ് ദെയർ ഓൺ voltage or current signal. They are self-generating type transducers. They are self-generating type transducers. Okay, അവയ്ക്ക് ഒരു ഓക്സിലറി പവർ സോഴ്സിന്റെ ആവശ്യം ഇല്ല. ഓക്കെ, ഓക്സിലറി പവർ സോഴ്സിന്റെ ആവശ്യം ഇല്ല. സോ എന്ത് എനർജി ആണോ അവിടെ സപ്ലൈ ചെയ്യുന്നത്, നമ്മൾ സപ്ലൈ ചെയ്യുന്ന എനർജി ഏതാണോ, അല്ലെങ്കിൽ ഏത് എനർജിയാണോ മെഷർ ചെയ്യേണ്ടത്, ചിലപ്പോൾ ഹീറ്റ് ആയിരിക്കാം, ലൈറ്റ് ആയിരിക്കാം, ഓക്കെ, ഫോഴ്സ് ആയിരിക്കാം, അതിനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ട്രാൻസ്ഡ്യൂസറിനെ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ. നിങ്ങൾ ക്രിസ്റ്റൽ വെറുതെ വെച്ചാൽ മതി, എന്നിട്ട് ക്രിസ്റ്റലിലേക്ക് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ക്രിസ്റ്റലിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കിട്ടുന്നു, വോൾട്ടേജ് കിട്ടുന്നു. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിനെ വെറുതെ വെച്ചിട്ട് അതിലേക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ അത് വൈബ്രേറ്റ് ചെയ്യും. അതുകൊണ്ട് അതിനെ എന്ത് പറയുന്നു, സെൽഫ് ജനറേറ്റിംഗ്. അത് സ്വയമേ ആ വോൾട്ടേജിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്യാനുള്ള എനർജി അബ്സോർബ് ചെയ്യുന്നു. ദേ ആർ യൂസ്ഡ് ഫോർ പീസോലിറ്റിക് ക്രിസ്റ്റൽസ് കോമൺലി നമ്മൾ ഫോഴ്സ്, ആക്സലറേഷൻ മെഷർമെന്റിന് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി ടാക്കോ ജനറേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, തെർമോകപ്പിൾസ് ഉണ്ട്. തെർമോകപ്പിൾ നല്ലൊരു എക്സാമ്പിൾ ആണ്. ഫോട്ടോ വോൾട്ടായിക് സെൽസ്, നമ്മളുടെ സോളാർ സെൽസ് ഒക്കെ എന്താണ്, ലൈറ്റിനെ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സെൽസ് ആണ്, അല്ലെ? ദേ ആർ ഓൾസോ ട്രാൻസ്ഡ്യൂസേഴ്സ്. എവിടെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു, അതിനെ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയാം. ട്രാൻസ്ഡക്ഷൻ പെർഫോം ചെയ്യുന്ന കമ്പോണൻസിനെ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയാം. എന്നാൽ ഒരു കമ്പോണന്റിനെ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയണമെങ്കിൽ അതിന്റെ സെക്കൻഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി യൂഷ്വലി എന്തായിരിക്കണം, ഒരു ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ആയിരിക്കണം. ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ആയിരിക്കണം. ഓക്കെ, ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് അല്ല എങ്കിൽ അതിനെ സെൻസർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ആ സെൻസറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ കൺവേർട്ട് ചെയ്ത് വീണ്ടും ഒരു ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ന് നമുക്ക് പറയാം. സെൻസേഴ്സ് ആർ പ്രൈമറി ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇനി പാസീവ് ട്രാൻസ്ഡ്യൂസർ ഉണ്ട്. എന്താ മുമ്പിലത്തെ ഫിഗർ, മുമ്പ് കണ്ട ഫിഗർ ഇതാണ്. ഇൻപുട്ട് സിഗ്നൽ, മെഷർമെന്റ് സിഗ്നൽ, ഔട്ട്പുട്ട് സിഗ്നൽ. അല്ലെങ്കിൽ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിൽ ഈ ഒരു പാർട്ട് മാത്രമേ വരുന്നുള്ളൂ. മെഷർമെന്റ് സിസ്റ്റം എന്ത് ചെയ്യുന്നു, കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിനെ ഔട്ട്പുട്ട് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ, നമുക്കിനി പാസീവ് ട്രാൻസ്ഡ്യൂസർ എന്താണെന്ന് നോക്കാം. പാസീവ് ട്രാൻസ്ഡ്യൂസർ ഡിറൈവ് ദെയർ പവർ റിക്വയർഡ് ഫോർ ട്രാൻസ്ഡക്ഷൻ ഫ്രം ആൻ ഓക്സിലിയറി പവർ സോഴ്സ്. ഓക്കെ, ഒരു എക്സ്റ്റേണൽ പവറിങ് ഏജന്റ് ഉണ്ടായിരിക്കണം. ഒരു എക്സ്റ്റേണൽ പവർ സോഴ്സിൽ നിന്ന് നമ്മൾ എനർജി സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഈ ട്രാൻസ്ഡ്യൂസർ വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ അത് എന്തായിട്ട് ഇരിക്കും, ഇനർട്ടായിട്ടിരിക്കും, പാസീവ് ആയിട്ടിരുന്നു പോവും. അല്ലെങ്കിൽ ഓക്കെ, അത് പാസീവ് ആയിട്ടിരുന്നു പോവും. ഇതിനെ പറയുന്ന പേരാണ് എന്ത്, പാസീവ് ട്രാൻസ്ഡ്യൂസർ. യു ഹാവ് ഇൻപുട്ട് സിഗ്നൽ, that input signal is converted to output signal by the transducer only if you supply an external power.
Okay, is to supply an external power. They are called passive transducer. They require their power required for transduction from an auxiliary power source. A part of their power required for generating output is derived from the physical quantity. അപ്പോൾ ഈ ഔട്ട്പുട്ട് സിഗ്നൽ ജനറേറ്റ് ചെയ്യാനുള്ള ടോട്ടൽ പവറിന്റെ ഒരു ഭാഗം അത് എവിടെ നിന്ന് എടുക്കുന്നു? ഇൻപുട്ട് സിഗ്നലിൽ നിന്ന് എടുക്കുന്നു. ഒരു ഭാഗം ഓക്സിലറി പവർ സോഴ്സിൽ നിന്ന് എടുക്കുന്നു. അങ്ങനെയാണ് ടോട്ടൽ ഔട്ട്പുട്ട് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇൻപുട്ട് സിഗ്നലിൽ നിന്ന് എനർജി ഡിറൈവ് ചെയ്യുന്നുണ്ട്, അതേസമയം ഓക്സിലറി പവർ സോഴ്സിൽ നിന്നും എനർജി അത് ഡിറൈവ് ചെയ്യുന്നുണ്ട്. Okay, a part of the power required for generating the output is derived from the physical quantity. Also, they receive power from an auxiliary source. Therefore, they are called externally powered transducer അല്ലെങ്കിൽ passive transducer. Externally powered transducer അല്ലെങ്കിൽ passive transducer. എന്നാൽ നമ്മൾ ഈ പവർ സപ്ലൈ കൊടുത്തില്ല എന്നിരിക്കട്ടെ, ഈ ട്രാൻസ്ഡ്യൂസർ വർക്ക് ചെയ്യത്തില്ല. ഈ ട്രാൻസ്ഡ്യൂസർ വർക്ക് ചെയ്യത്തില്ല. എക്സാമ്പിൾ റെസിസ്റ്റീവ്, കപ്പാസിറ്റീവ്, ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്നൊക്കെ പറയുന്നത് ഒരു സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്ത് ഒരു ബാറ്ററി പവർ സോഴ്സ് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ ഈ ഈ ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ, റെസിസ്റ്റീവ്, കപ്പാസിറ്റീവ്, ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ഒന്നും എന്ത് ചെയ്യത്തില്ല? വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, ദേ ആർ പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇനി അനലോഗ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ. എന്താണ് അനലോഗ് സിഗ്നൽ, ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ? നമ്മൾ കേട്ടിട്ടുള്ളതാ അനലോഗ് ഡിവൈസസ്, ഡിജിറ്റൽ ഡിവൈസസ്. ഓക്കെ, ഒരു CD നിങ്ങൾ കേട്ടിട്ടുണ്ട്, CD, VCD, DVD ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. അവിടെ എന്താണ് ജനറേറ്റ് ചെയ്യുന്നത്? അനലോഗ് സിഗ്നൽസ് ആണോ ഡിജിറ്റൽ സിഗ്നൽസ് ആണോ? ഡിജിറ്റൽ സിഗ്നൽ ആയിരിക്കും. ഒരു CD-യിൽ എന്തായിരിക്കും? ഒരു കാസറ്റ് ഡിസ്ക്. ഓക്കെ, CD-യിൽ എന്തുണ്ടായിരിക്കും? അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെറിയ ലേസർ മാർക്കിങ്സ് ആണ് അല്ലേ? അതിലേക്ക് ഒരു ലേസർ ലൈറ്റ് തട്ടി അത് റിഫ്ലക്ട് ചെയ്ത് വരുന്നു. ഓക്കെ, നമ്മൾ CD-യുടെ റീഡർ, ഓക്കെ, റീഡർ എന്താ ചെയ്യുന്നത്? ഒരു ഒപ്റ്റിക്കൽ ഡിവൈസ് ആണ്. അതിൽ ലേസർ ലൈറ്റ് CD-യിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റിനെ അനലൈസ് ചെയ്തിട്ട് അതിൽ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻ എന്താണ് എക്സ്ട്രാക്ട് ചെയ്യുന്നു. ദേ ആർ ഡിജിറ്റൽ ഡിവൈസസ് അല്ലേ? എന്നാൽ നിങ്ങൾക്കറിയാം, മുമ്പിലത്തെ ഒരു ടേപ്പ് റെക്കോർഡറിൽ ഉപയോഗിക്കുന്ന കാസറ്റ്, അതിനകത്തൊരു മാഗ്നറ്റിക് ടേപ്പ് നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ അതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഈ ഡിസ്കുകളുണ്ടല്ലോ, മറ്റേ വിനൈൽ ഡിസ്കുകൾ. ഓക്കെ, എന്തായിരുന്നു ആ ഡിവൈസിന് പറയുന്നത്? ഈ പഴയ ഗ്രാംഫോൺ. ഓക്കെ, ഗ്രാംഫോണിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അനലോഗ് സിഗ്നൽസ് ആണ്. അനലോഗ് സിഗ്നൽ, അവിടെ ഡിജിറ്റൽ സിഗ്നൽ വരുന്നില്ല. എന്താണ് തമ്മിലുള്ള ഡിഫറൻസ്? നമ്മൾ അനലോഗ് സിഗ്നലിനെയും ഡിജിറ്റൽ സിഗ്നലിനെയും വരച്ച് നോക്കിയാൽ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ടൈമിനെ എക്സ് ആക്സിസിൽ എടുത്തിട്ട് അനലോഗ് സിഗ്നലിനെ വരയ്ക്കുന്നു, ടൈമിനെ എക്സ് ആക്സിസിൽ എടുത്തിട്ട് ഡിജിറ്റൽ സിഗ്നലിനെയും വരയ്ക്കുന്നു. സോ അനലോഗ് സിഗ്നലിനെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ലൈൻ ആയിരിക്കും. ടൈമിനനുസരിച്ച് ആ സിഗ്നലിന് കണ്ടിന്യൂസ് ചേഞ്ച് ആയിരിക്കും വരുന്നത്. ഓക്കെ, ചിലപ്പോൾ കുറഞ്ഞു പോകും, ചിലപ്പോൾ കൂടി പോകും. ഈ സിഗ്നൽ ഒരു കണ്ടിന്യൂസ് ചേഞ്ച് ആണ് വരുന്നത്, ഒരു കണ്ടിന്യൂസ് ലൈൻസ് ആണ് വരുന്നത്. എന്നാൽ ഡിജിറ്റൽ സിഗ്നൽ അങ്ങനെ ആയിരിക്കത്തില്ല. ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡിസ്ക്രീറ്റ് ബ്ലോക്സ് ആയിരിക്കും. ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ഡിസ്ക്രീറ്റ് ബ്ലോക്സ് ആയിരിക്കും ഡിജിറ്റൽ സിഗ്നൽ. ഓക്കെ, ഡിജിറ്റൽ സിഗ്നൽസ്. ഓക്കെ, സോ അനലോഗ് ഔട്ട്പുട്ടും ഡിജിറ്റൽ ഔട്ട്പുട്ടും, ഒരു ട്രാൻസ്ഡ്യൂസർ അനലോഗ് ഔട്ട്പുട്ട് തരുന്നെങ്കിൽ അതിനെ അനലോഗ് ട്രാൻസ്ഡ്യൂസറിനും, ഡിജിറ്റൽ ഔട്ട്പുട്ട് തരുന്നെങ്കിൽ അതിനെ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസറിനും നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പോൾ അത് തരുന്ന ഔട്ട്പുട്ട് സിഗ്നൽ കണ്ടിന്യൂസ് ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം, ദ ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് കണ്ടിന്യൂസ്, ദാറ്റ് ഈസ് ആൻ അനലോഗ് ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ ഒരു ട്രാൻസ്ഡ്യൂസർ തരുന്ന ഔട്ട്പുട്ട് സിഗ്നൽ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ, ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വൽ കമ്പോണൻസ് ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത് അല്ലേ? ഡിസ്ക്രീറ്റ് ഔട്ട്പുട്ട് സിഗ്നൽ ആണ് തരുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നു. അപ്പൊ ഇഫ് ദ ഇൻപുട്ട് ക്വാണ്ടിറ്റി ഈസ് കൺവേർട്ടഡ് ഇൻടു ആൻ അനലോഗ് ഔട്ട്പുട്ട് or a continuous function of time, it is called an analog transducer. LVDT, strain gauge, thermocouple, thermistor, ഇതെല്ലാം എന്താണ്? അനലോഗ് ട്രാൻസ്ഡ്യൂസറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അനലോഗ് ട്രാൻസ്ഡ്യൂസറിന് എക്സാമ്പിൾ ആണ്. ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് ക്വാണ്ടിറ്റിയെ എന്തായിട്ട് മാറ്റുന്നു? ഇലക്ട്രിക്കൽ സിഗ്നൽ, ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് പൾസസ്. പൾസസ് ആണ് ഇവിടെ വരുന്നത്. ആദ്യത്തെ പൾസ് വരുന്നു, ആദ്യത്തെ പൾസ് വന്നിട്ട് പോകുന്നു.
രണ്ടാമത്തെ പൾസ് വരുന്നു, അത് വന്നിട്ട് തീരുന്നു. മൂന്നാമത്തെ പൾസ് വരുന്നു, അത് വന്നിട്ട് തീരുന്നു. ഓക്കെ, സോ if output signal is in the form of pulses, it is called a digital transducer. They are not continuous functions of time. ഇവിടെ ശരിയാ, ടൈമിനനുസരിച്ച് കണ്ടിന്യൂസ് അല്ല, but they are very discrete in nature. Okay, it is easy to process and transmit data as function of zeros. അപ്പോൾ സിഗ്നൽ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നു വൺ, സിഗ്നൽ ഉണ്ടെങ്കിൽ വൺ, സിഗ്നൽ ഉണ്ടെങ്കിൽ വൺ, അതിനെ ബൈനറി കോഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സിഗ്നൽ ഇല്ലെങ്കിൽ സീറോ എന്ന് മാർക്ക് ചെയ്യാം. വീണ്ടും സിഗ്നൽ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് വൺ എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ സീറോസ് ആൻഡ് വൺസ് എന്ന് പറയുന്ന ബൈനറി കോഡിലേക്ക് നമുക്ക് ഡിജിറ്റൽ സിഗ്നലിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. സീറോസ് ആൻഡ് വൺസ്. ഓക്കെ, ഇവിടെ വണ്ണും കൂടിയുണ്ട്. ഓക്കെ, അത് എഴുതിയില്ലെന്നുള്ളൂ. ഇൻഫാക്ട് ഇറ്റ് ഈസ് ഈസിയർ ടു പ്രോസസ് ആൻഡ് ട്രാൻസ്മിറ്റ് ഡേറ്റ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടു numbers which are coming under binary system. They are zeros and ones. Okay, example, shaft encoder, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസർ, ഇതെല്ലാം എന്താണ്? ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ ആണ്. അതിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന ഇലക്ട്രിക് സിഗ്നൽ പൾസസ് ഫോമിലായിരിക്കാം. അതിനെ ബൈനറി സിഗ്നൽ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അനലോഗ് സിഗ്നൽ അങ്ങനെയല്ല, കണ്ടിന്യൂസ് വേവ് ഫോംസ് ആണ്. ഓക്കെ, ഇനി അതിനുള്ള എക്സാമ്പിൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഡയറക്റ്റ് ട്രാൻസ്ഡ്യൂസർ എന്താണ്? ഡയറക്റ്റ് ട്രാൻസ്ഡ്യൂസറും ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, when a measuring device measures and transforms a non-electric variable into an electric variable, it is a direct transducer. സപ്പോസ് നമ്മൾ ഇവിടെ ഒരു ട്രാൻസ്ഡ്യൂസർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയാണ് ട്രാൻസ്ഡ്യൂസർ, ഒരു സർക്യൂട്ട് ആണ്. സർക്യൂട്ടിന്റെ മൊത്തത്തിലുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ പറയുന്നില്ല. അതിന്റെ എൻഡിൽ ഒരു ട്രാൻസ്ഡ്യൂസർ കണക്ട് ചെയ്തിരിക്കുന്നു. അത് തിരിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സർക്യൂട്ട് മുന്നോട്ട് പോകുമ്പോൾ തിരിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത്, ഫീഡ്ബാക്ക് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ട്രാൻസ്ഡ്യൂസർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഒരു നോൺ ഇലക്ട്രിക് ക്വാണ്ടിറ്റി, കണ്ടിന്യൂസ് ലൈൻ, ഇപ്പൊ മെക്കാനിക്കൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ സിഗ്നൽസ്, ഒക്കെ മെക്കാനിക്കൽ സിഗ്നൽസ് ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഒരു നോൺ ഇലക്ട്രിക് ക്വാണ്ടിറ്റി ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ട്രാൻസ്ഡ്യൂസർ അതിനെ കൺവേർട്ട് ചെയ്ത് എന്താണ്? ഡാഷ്ഡ് ലൈൻ ആയിട്ട്. ഡാഷ്ഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. മെക്കാനിക്കൽ സിഗ്നൽസിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസർ, അല്ലെങ്കിൽ ഹീറ്റിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസർ, ഔട്ട്പുട്ടിൽ എപ്പോഴും ഇലക്ട്രിക്കൽ സിഗ്നൽ ആണെങ്കിൽ അതിനെ ഡയറക്റ്റ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഡയറക്റ്റ് ട്രാൻസ്ഡക്ഷൻ എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, ദ ഡിവൈസ് മെഷേഴ്സ് ആൻഡ് ട്രാൻസ്ഫോംസ് നോൺ ഇലക്ട്രിക് വേരിയബിൾ എന്ന് പറഞ്ഞാൽ പ്രഷർ ആകാം, ടെമ്പറേച്ചർ ആകാം, ഹീറ്റ് ആകാം. ഓക്കെ, ഹീറ്റ് ആകാം, ലിക്വിഡ് ഫ്ലോ ആകാം, അല്ലേ, എന്ത് വേണമെങ്കിലും ആകാം. അതിനെ ഒരു ഇലക്ട്രിക്കൽ വേരിയബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നെങ്കിൽ അതിനെ ഡയറക്റ്റ് ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ, ഒരു തെർമോകപ്പിൾ, അത് ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാം, റേഡിയേഷൻസ്, ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കാം, ഹീറ്റ് ഫ്ലോ ഉണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കാം. അവിടെ എല്ലാം ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ആണ്. അതുകൊണ്ട് അതിനെ ഡയറക്റ്റ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നു. ഓക്കെ, രണ്ടാമത്തെ കേസ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ. ഇതൊരു ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അതിലേക്ക് വരുന്നത് ഇലക്ട്രിക് ക്വാണ്ടിറ്റി ആണ്. ആ ഇലക്ട്രിക് ക്വാണ്ടിറ്റിയെ മറ്റെന്തെങ്കിലും ആയിട്ട് അത് കൺവേർട്ട് ചെയ്യുന്നു. മേ ബി വൈബ്രേഷൻ ആയിട്ടോ, മേ ബി അതിനെ ഒരു ഫോഴ്സ് ആയിട്ടോ, മേ ബി ഹീറ്റ് ആയിട്ടോ ലൈറ്റ് ആയിട്ടോ ഒക്കെ കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസറിനെയാണ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഏതൊരു ട്രാൻസ്ഡ്യൂസർ ആണോ ഇൻവേഴ്സ് ട്രാൻസ്ഡക്ഷൻ ചെയ്യുന്നത്, ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയെ തിരിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഇഫ് ആൻ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ഈസ് കൺവേർട്ടഡ് ഇൻടു എ നോൺ ഇലക്ട്രിക് ക്വാണ്ടിറ്റി, ഇറ്റ് ഈസ് ടേംഡ് ആസ് ആൻ ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ. ഏറ്റവും കോമൺ എക്സാമ്പിൾ ആയിട്ടുള്ളത് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ആണ്. അവിടെ വോൾട്ടേജ് ആണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. അവിടെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന എന്താണ്? വൈബ്രേഷൻസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ എപ്പോഴും മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഔട്ട്പുട്ട് ആയിട്ട് തരും. എപ്പോഴാണ് നമ്മൾ വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്ന സമയത്ത്. അതിനെ പറയുന്ന പേരാണെന്ത്? ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ. ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെന്റ് അല്ല വോൾട്ടേജ്, നമ്മളൊരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സിഗ്നൽ ആ ട്രാൻസ്ഡ്യൂസറിലേക്ക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അത് മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ മൂവ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നെങ്കിൽ അതിനെ നമ്മൾ കോമൺലി എന്ത് പറയുന്നു? ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ. സോ ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു ക്ലാസിഫിക്കേഷൻ കൂടി മനസ്സിലാക്കാനുണ്ട്. അതാണ് ഇത്
നൾ അതർവൈസ് ഡിഫ്ലക്ഷൻ ട്രാൻസ്ഡ്യൂസർ. നൾ ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്താണെന്ന് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ഉണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പോർഷൻസ് ജസ്റ്റ് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിലും ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങളുടെ അറ്റൻഡൻസ് ചാറ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുക. സാർ ഇതിന്റെ PPT ഒന്ന് ഷെയർ ചെയ്യോ? ആ PPT ഷെയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ പോർഷൻസ് എല്ലാം ഉണ്ട്. നിങ്ങൾ ആരും ടെക്സ്റ്റ് വായിക്കുന്നില്ല എന്നുള്ള കാര്യം ക്ലിയർ ആണ്. ടെക്സ്റ്റ് വായിക്കാത്തത് കൊണ്ടാണ് ആദ്യമേ PPT തരാത്തത്. ഓക്കെ, PPTs എന്ന് പറയുന്ന പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി എപ്പോഴും ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് PPT തരാം, പക്ഷെ ഇത്തിരി സമയം എടുക്കും. ബട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പോർഷൻസ് വായിച്ചു നോക്കുക, അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ക്യാപ്സ്യൂൾ നോട്ട്സും അങ്ങനെയുള്ളതൊന്നും പഠിക്കാതെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഓക്കെ, ഞാൻ ഒരു ടെക്സ്റ്റ് ബുക്ക് കൂടെ നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്തിരിക്കാം. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് ട്രാൻസ്ഡ്യൂസറിനെ കുറിച്ച് ജനറലി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളത് വായിച്ചു നോക്ക് കേട്ടോ. ശരി, ഓക്കെ. സർ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ടോ? ഏത് സബ്ജക്റ്റിന് ക്ലാസ് ഉണ്ടോന്ന് ചോദിക്കുന്നത്? മെഷർമെന്റ്സ് മെട്രോളജി. ഹലോ, മെഷർമെന്റ്സ് മെട്രോളജിക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഇല്ല. മറ്റ് സബ്ജക്റ്റുകൾക്കൊക്കെ കാണും. ഓക്കെ, ഇന്ന് ഒരു ക്ലാസ്സേ നമ്മുടെ സബ്ജക്റ്റിനുള്ളൂ.